ഈ പട്ടി എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവം അല്ലേ? പട്ടി ഭയങ്കര. എനിക്ക് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മൃഗസ്നേഹിയാണ്. അല്ലേ? ഒരു പട്ടി എന്നെ കടിച്ചാൽ പോലും ഞാൻ കല്ലെടുത്തറിയില്ല. എന്താണെന്ന് അറിയാവോ? സഹോദര സ്നേഹം. പിന്നെ ഇത് പണ്ടത്തേതാ രാജാവിന്റെ വീടാന്ന് തോന്നുന്നു. ആരെന്റെ അടുത്ത് പറഞ്ഞത്? ആണ്ടാ മതിൽ എഴുതി വെച്ചേക്കുന്ന രാജാവില്ലെന്ന്. എടാ രാജാ വില്ല. വില്ല എന്ന് പറഞ്ഞാൽ വീടാണ്. രാജയുടെ വീടാണ്. ഒരുപാട് പൈസ കാണൂല്ലേ അവരൊക്കെ? എന്തന്നല്ലേ ജോലി? ഭയങ്കര വലിയ ജോലിയായിരിക്കും. മോഷണം വല്ലതും ആയിരിക്കും അവിടെ. അതൊക്കെ പറ. ചെവിലുകൾക്ക് വരെ ചെവിയുള്ള കാലമാണ്. അപ്പൊ ചെവരിയൊക്കെ കണ്ണുണ്ടാ? ആ ചിലപ്പോ കാണും. അയ്യേ, ഞാൻ ചെവരിൽ നിന്നാണ് മൂത്രം ഒഴിച്ചത്. എന്റെ വീടിന്റെ അപ്പുറത്തൊരു പട്ടി ഉണ്ടായിരുന്നു. ഏത്? കിടിലൻ പട്ടിയാ. ഏത് പട്ടി? മറ്റേ ഇത് ഒരു റോഡ് റോളർ. അത് റോഡ് വീലർ. ആ വീലൊന്നും ഇല്ല, കാലേ ഉള്ളത്. പക്ഷെ ഒരു കാര്യം, റോഡ് വീലർ ലൈസൻസ് വേണം. അതിന് വണ്ടി ഓടിക്കാനല്ലോ കൊണ്ടുവരുന്ന വീടിന്റെ കാവലിനല്ലേ ലൈസൻസ് എന്തിനാ? എന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. കിടിലൻ പട്ടി. 50,000 രൂപ എടുത്ത് മേടിച്ചാണ്. ഭയങ്കര അനുസരണയാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും. രാവിലെ പോയി പാല് മേടിച്ചോണ്ട് വരും, പത്രം എടുത്തോണ്ട് വരും, മീൻ മേടിച്ചോണ്ട് വരും. ഇത് നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുമ്പോ റിമോട്ട് എടുത്ത് ചാനലൊക്കെ മാറ്റി തരും. മിടുക്കം പട്ടി. അപ്പൊ കള്ളന്മാരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇന്നലെ വീട്ടിൽ കള്ളം കയറി. ആ പട്ടി കടിച്ചില്ലാതാക്കി കാണും. പിന്നെ അലമാരയുടെ ചാവിയൊക്കെ അവനാണ് എടുത്തോണ്ട് അപ്പൂപ്പന് വയ്യ. ഇപ്പം അപ്പൂപ്പന് മറ്റേ ഇത് എന്താ അസുഖം? പ്രേം റിയാസിൽ പ്രശ്നം. നമ്മളെ ശരീരത്തിനകത്തുള്ള പ്രേം റിയാസ്. പാൻക്രിയാസ്. അങ്ങനെ